നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്കു ശേഷം ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ലാത്തത് രോഗികളെ വലയ്ക്കുന്നു. 2 മാസമായി ആശുപത്രിയിൽ ഉച്ചയ്ക്കു ശേഷം ഡോക്ടറില്ലാത്ത അവസ്ഥയെന്ന പരാതി. ആരോഗ്യ കേന്ദ്രത്തിൽ നിത്യേന ചികിത്സ തേടിയെത്തുന്നത് 500ഓളം രോഗികൾ. NRHM ഫണ്ട് കൃത്യമായി ലഭിക്കാത്തത് ഡോക്ടറെ നിയമിക്കാൻ തടസ്സമെന്ന് അധികൃതർ. പ്രശ്നത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെടണമെന്ന് ആവശ്യം. മണ്ണൂരിൽ മുസ്ലിം ലീഗിന്റെ റോഡ് ഉപരോധം. സമരം പള്ളിപ്പടി താഴത്തൂട് മങ്കര റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച്. പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ തകർച്ചയ്ക്ക് പരിഹാരം കാണാൻ മഴക്കാലത്തിനു മുമ്പ് നടപടി വേണമെന്ന് പ്രാദേശിക ലീഗ് നേതാക്കൾ. ആരോഗ്യ പ്രശ്നങ്ങൾ വകവയ്ക്കാതെ സമ്പൂർണ്ണ ഹാജർ. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ LKG വിദ്യാർത്ഥിക്ക് അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അംഗീകാരം. ആയത്ത് ഇസ്രായേൽ ജിബ്രൽ എന്ന വിദ്യാർത്ഥിനിയുടെ ഇച്ഛാശക്തിയുടെ നേട്ടത്തെ ആദരിച്ച് നെടുമ്പുര വെസ്റ്റ് മഹല്ല് കമ്മിറ്റി. വർണ്ണാഭമായി കൊപ്പം മുളയൻകാവ് കാളവേല. ഇണക്കാളകളുടെ കാവുകയറ്റം ആവേശമായി. ഇന്ന് പ്രസിദ്ധമായ പൂരം. വാർത്തകൾ വിശദമായി. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടറില്ലാത്തത് രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്നു. 2 മാസത്തോളമായി ആരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഡോക്ടറുടെ സേവനം ലഭ്യമല്ലാത്ത അവസ്ഥയാണ്. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലുണ്ടായിരുന്ന താൽക്കാലിക ഡോക്ടർ വിദേശത്തേക്ക് പോയതാണ് ചികിത്സ നിർത്തിവെക്കാൻ കാരണമായത്. ഈ ഡോക്ടർ പോകുന്നതിനെക്കുറിച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആശുപത്രി അധികാരികളെ അറിയിച്ചിരുന്നു. എന്നാൽ പകരം മറ്റൊരു ഡോക്ടറെ കണ്ടെത്തി നിയമിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. NHMന്റെ കീഴിലാണ് ഡോക്ടറെ നിയമിച്ചിരുന്നത്. കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് ഇവർക്ക് വേതനം നൽകുന്നത്. എന്നാൽ നാളുകളായി NHM ഫണ്ട് വരാത്തതിനാൽ NHMന് കീഴിലുള്ള ഡോക്ടർമാർക്കും നഴ്സുമാർക്കും കൃത്യമായി വേതനം ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. ഇതും ഡോക്ടറെ നിയമിക്കുന്നതിന് തടസ്സമാകുന്നതായി പറയുന്നു. എരുമപ്പെട്ടി, കടങ്ങോട്, വേലൂർ, വരവൂർ പഞ്ചായത്തുകളിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ദിവസവും 500-ലധികം രോഗികൾ ഇവിടെ ചികിത്സ തേടിയെത്തുന്നുണ്ട്. മഴക്കാലമായാൽ രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടാകും. ആശുപത്രിയുടെ ചുമതലയുള്ള വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഡോക്ടറെ നിയമിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ പള്ളിപ്പടി താഴത്തോട് മങ്കര റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. ഉപരോധ സമരം മണ്ണൂർ പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. മാസങ്ങൾക്ക് മുൻപ് ജൽജീവൻ പദ്ധതിക്കായി കീറിയ ചാലുകളും കുഴികളും ശരിയായ വിധം നികത്താത്തതിലാണ് റോഡ് ചെളി നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതെയായത്. പൈപ്പിട്ട് മൂടിയ സ്ഥലത്ത് പോലും സഞ്ചാരയോഗ്യമാക്കിയില്ല. പാതയോരത്ത് കൂട്ടിയിട്ട മണ്ണുകൾ റോഡിലേക്ക് കുത്തിയൊലിച്ച് റോഡ് ചെളിക്കുളമായി. കിഴക്കമ്പുറം ജുമാ മസ്ജിദിന് മുന്നിൽ പാതയിൽ കൂട്ടിയിട്ട മണ്ണ് നീക്കിയിട്ടില്ല. ആരാധനയ്ക്കായി ഇവിടെ എത്തുന്നവർക്കും ചെളിയിലിറങ്ങി നടക്കേണ്ട അവസ്ഥയാണ്. മഴ പെയ്തതോടെ പള്ളിക്ക് മുന്നിലും ചെളിക്കുളമായി മാറുകയും ചെയ്തു. 1 വർഷമായിട്ടും മണ്ണ് നികത്തി റോഡുകൾ കോൺക്രീറ്റ് ചെയ്യാനായില്ലെന്നും സമരക്കാർ പറഞ്ഞു. മഴക്കാലത്തിന് മുൻപെങ്കിലും കീറിയ റോഡുകൾ നികത്തി സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ ജൽനിധി ഓഫീസിന് മുന്നിൽ സമരം സംഘടിപ്പിക്കുമെന്നും യൂത്ത് ലീഗ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ഈ കിഴക്കുംപുറം പള്ളിപ്പടി മുതൽ മങ്കര വരെ എത്തുന്ന ഒരു പ്രധാന റോഡായ ഈ പള്ളിപ്പടി ജംഗ്ഷനിൽ ഒരു ചേംബറിന് മണ്ണെടുത്തിട്ട് മാസങ്ങളായി ചേംബറുടെ പടി കഴിഞ്ഞിട്ടും മാസങ്ങളായി ആ മണ്ണൊന്ന് മാറ്റാനോ ആ മണ്ണൊന്ന് നീക്കാനോ വാട്ടർ അതോറിറ്റിയുടെ ജലജീവൻ മിഷന്റെ അധികാരികൾ തയ്യാറാകുന്നില്ല. ഇതിനൊരു പ്രതിവിധി കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് ഉപരോധിക്കുന്നതടക്കം ചെയ്യുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ പറഞ്ഞാൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് യൂത്ത് ലീഗ്. ഉപരോധ സമരത്തിൽ യൂത്ത് ലീഗ് പ്രസിഡന്റ് S ഷഫീർ അധ്യക്ഷനായി. PS സൈഫുദ്ദീൻ, MS നൌഫൽ, A ബാദുഷ, KA നൌഫൽ, CS ജബ്ബാർ, A ഫിറോസ്, KH മുസ്വദിഖ്, OB ഫാസിൽ, അഫ്സൽ, KS ഷാഫി, KS കമറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. സംസ്ഥാന സർവീസ് മേഖലയെ സർക്കാർ രാഷ്ട്രീയവൽക്കരിച്ച് ജനവിരുദ്ധമാക്കുകയാണെന്ന് NGO സംഘ പാലക്കാട് ജില്ലാ സമ്മേളനം കുറ്റപ്പെടുത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം മധുസൂദനൻ മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരെ അടിമവൽക്കരിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായി ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുന്നതിനും ഇല്ലാതാക്കുന്നതിനുമുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതാവുമ്പോഴും സുരക്ഷിതത്വം ഇല്ലാതാവുമ്പോഴും ഇടത് സംഘടനകൾ കേവലം സ്തുതിപാഠകർ മാത്രമായി മാറി. അടിമ മനസ്സാണ് ഭരണാനുകൂല സംഘടനകൾക്കെന്നും മധുസൂദനൻ മാസ്റ്റർ ആരോപിച്ചു. അതുപോലെ തന്നെ നമുക്കറിയാം, കേരളത്തിൽ ഇന്ന് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധന അവർ അധികാരത്തിൽ വരുന്ന സമയത്ത് കേരളത്തിലെ ജീവനക്കാരോടും പൊതുസമൂഹത്തോടും ഇടത് സംഘടനകൾ പറഞ്ഞതെന്നാണ് ഇനി ഒരു 5 വർഷക്കാലത്തേക്ക് കേരളത്തിൽ വില വർധന നിത്യോപയോഗ
ഇന്ന് കേരളം ഭരിക്കുന്നത്. ആ സമയത്ത് കേരളത്തിൽ ജീവനക്കാർക്ക് വേണ്ടി എന്തെങ്കിലും പറയുവാൻ ഇന്ന് കേരള NGOസിന് മാത്രമാണ് ഉള്ളത് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ തരത്തിലേക്ക് നമ്മുടെ പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. BMS ജില്ലാ പ്രസിഡന്റ് സലീം തെന്നലാപുരം, NGO സംഘ ജില്ലാ സെക്രട്ടറി പ്രിജു, PK രവീന്ദ്രനാഥ്, P മനോജ്, S കനകദാസ്, ദേവദാസ്, ഷേർലി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. യുവാക്കളാണ് രാജ്യത്തിൻ്റെ വലിയ സമ്പത്തെന്ന് ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ സോണിയ ചെറിയാൻ. നല്ല പരിശീലനം നൽകി യുവാക്കളെയും യുവതികളെയും സൈന്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. വലിയ തോതിലുള്ള രാജ്യത്തിൻ്റെ സൈനിക ശക്തി ഏറെ മുതൽക്കൂട്ടാണെന്നും അവർ പറഞ്ഞു. കൂറ്റനാട് ഭാരത് യൂത്ത് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദി ലെജൻഡ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. യുവാക്കൾ രാജ്യത്തിൻ്റെ വലിയ കരുത്താണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യക്ക് വലിയ സൈനിക ശക്തിയാണുള്ളത്. അത് രാജ്യത്തിൻ്റെ മുതൽക്കൂട്ടാണെന്നും നല്ല പരിശീലനം നൽകി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്നും ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ സോണിയ ചെറിയാൻ പറഞ്ഞു. യുവാക്കളും സ്ത്രീകളും സൈന്യത്തിലേക്ക് വരണം. ഇവർക്ക് നല്ല പരിശീലനം നൽകി സൈന്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണമെന്നും എന്നാൽ അടുത്ത തലമുറയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും ഇവർ പറഞ്ഞു. ഭാഗങ്ങളിലെയും രാജ്യങ്ങൾ വയസ്സായിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ അവിടെ എൽഡർ സിറ്റിസൺ, സീനിയർ സിറ്റിസൺസ് കൂടുതലും, ചെറുപ്പക്കാർ കുറവാണ്. ഈവൻ നമ്മുടെ കേരളത്തിൽ പോലും ഒരു പരിധിവരെ ഇന്ത്യ മുഴുവൻ 50% അതുകൊണ്ട് കേരളത്തിൽ 25% ലെവലിലേ വരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, പകുതി. പക്ഷേ ഇന്ത്യക്ക് ഒരു വലിയൊരു യൂത്ത് ഫോഴ്സ് ഉണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ്. അപ്പോൾ അവര് നമ്മുടെ ഒരു വലിയ മാൻ പവറാണ് ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ അസറ്റ്. അവരെ നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റണം. പക്ഷെ അതേസമയം തന്നെ ഏറ്റവും വലിയ ചലഞ്ചും അത് തന്നെയാണ്. കാരണം അവരെ വെൽ ട്രെയിൻഡ് അല്ല, അവർ അണ്ടർ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ അവർ തന്നെ രാജ്യത്തിന് ഒരു ചലഞ്ച് ആകാതിരിക്കണമെങ്കിൽ അവർ ഏറ്റവും നല്ല ട്രെയിനിങ്, അവർക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം. സൈന്യത്തിൽ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല. കഴിവിനൊത്ത് നല്ല രീതിയിൽ ജോലി ചെയ്യണം. തൻ്റെ അമ്മാവനാണ് സൈന്യത്തിലേക്കുള്ള പ്രചോദനമായതെന്നും സോണിയ ചെറിയാൻ സൂചിപ്പിച്ചു. ജോലിയിൽ ചലഞ്ച് നേരിടേണ്ടി വന്നിട്ടുണ്ട്. യുദ്ധത്തിന് വരെ പോകേണ്ടി വന്നിട്ടുണ്ട്. കടുത്ത സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് പോരുകയായിരുന്നു ലക്ഷ്യമെന്നും അവർ പറഞ്ഞു. ജീവിതത്തിൽ കഷ്ടതകൾ ഉണ്ടാകും. അതിനെ നേരിടുവാൻ നമുക്ക് കഴിയണം. സുഖം മാത്രമായൊരു ജീവിതമില്ല. കഷ്ടതകൾ നിറഞ്ഞ ജീവിതത്തിലും കവിത രചിക്കാൻ കഴിയണം. ഞാനൊരു എഴുത്തുകാരിയല്ലെന്നും വായനക്കാരി മാത്രമാണെന്നും ലഫ്റ്റനന്റ് കേണൽ സോണിയ ചെറിയാൻ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്കും അവർ മറുപടി നൽകി. ചോദ്യങ്ങൾ ചോദിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങൾ സോണിയ സമ്മാനിച്ചു. കൂറ്റനാട്ടുള്ള നാഗൽശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു ഭാരത് യൂത്ത് ക്ലബിൻ്റെ 6ാമത് മീറ്റ് ദ ലെജൻഡ് പരിപാടി സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് രാജേഷ് വെങ്ങാലിൽ, ഡോക്ടർ KP ശ്രീജ, വിനയഗോപാൽ, വിഷ്ണു ഹരിദാസ്, നന്ദന, അഭയകൃഷ്ണ, ശീതൾ, ദേവികൃഷ്ണ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മായന്നൂർ ചിറങ്കരയിൽ നിന്നും സ്കൂട്ടർ മോഷ്ടിച്ച സംഭവത്തിൽ 2 പേർ പിടിയിൽ. ഒറ്റപ്പാലം ചുനങ്ങാട് പുളിക്കൽ വീട്ടിൽ മുഹമ്മദ് അഷ്റഫിൻ്റെ മകൻ 25-കാരൻ മുഹമ്മദ് അജ്മൽ, മായന്നൂർ ചിറങ്കര പിടികപ്പറമ്പിൽ വീട്ടിൽ ബിജോഷിൻ്റെ മകൻ 25-കാരൻ അഖിൽ എന്നിവരെയാണ് പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വടക്കാഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പഴയന്നൂർ പോലീസ് ഇൻസ്പെക്ടർ ബിജോയ്, SI-മാരായ സതീഷ് കുമാർ, ലിപ്സൺ, CPO നിബുനാഥ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ആരോഗ്യ പ്രശ്നങ്ങൾ വകവയ്ക്കാതെ ഈ അധ്യയന വർഷം മുടങ്ങാതെ സ്കൂളിലെത്തി 100% ഹാജർ നേടിയ LKG വിദ്യാർത്ഥിനിക്ക് അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ അംഗീകാരം. ചെറുതുരുത്തി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ LKG വിദ്യാർത്ഥിനി ആയത്ത് ഇസ്രായേൽ ജിബ്രിലിനെയാണ് തേടിയാണ് അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ അംഗീകാരം എത്തിയത്. അംഗീകാരം നേടിയ ആയത്തിനെ നെടുമ്പുര വെസ്റ്റ് പള്ളി മഹൽ കമ്മിറ്റി ആദരിച്ചു. മുനീറുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന ചടങ്ങ് മഹൽ ഇമാം ഹാഫിദ് മുഹമ്മദ് അൻഷിഫ് ഹസ്ഹരി ഉദ്ഘാടനം ചെയ്തു. മഹൽ ജനറൽ സെക്രട്ടറി KM മുഹമ്മദ് ബഷീർ മുസ്ലിയാർ അധ്യക്ഷനായി. CH അമീർ അലി, EM റഫീഖ്, അഷ്റഫ് മർഹബ, CH അൻവർ എന്നിവർ സംസാരിച്ചു. ആ കുട്ടി കഴിഞ്ഞ സ്കൂൾ അധ്യയന വർഷത്തിൽ എല്ലാ ദിവസവും സ്കൂളിൽ ഹാജരായതിന് പല സമ്മാനങ്ങളും ആ കുട്ടി നേടിയിട്ടുണ്ട്. നമ്മുടെ മഹലിന് തന്നെ വലിയ ഒരു അഭിമാനമാണ് ആ പൊന്നുമോൾ. അവൾക്ക് നമ്മുടെ വെസ്റ്റ് നെടുമ്പുര ജുമുഅ മസ്ജിദ് കമ്മിറ്റിയുടെ പേരിൽ ഒരു വലിയ ആദരവ് കൊടുക്കാൻ വേണ്ടി മഹല്ല് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. 5ാം മാസത്തിൽ വെറും 500 ഗ്രാം ഭാരമുള്ള കുഞ്ഞായാണ് ആയത്ത് ജനിച്ചത്.
ആന്തരികാവയവങ്ങൾ പൂർണ്ണമായി വികസിക്കാത്തതിനാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് നേരിട്ടത്. പ്രീമെച്ചറായി ജനിച്ച് ശാരീരിക അവശതകളെ അതിജീവിച്ച് 196 ദിവസവും മുടങ്ങാതെ സ്കൂളിലെത്തിയതിനാണ് ആയത് അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡിന് അർഹയായത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വർണ്ണാഭമായി കൊപ്പം മുളയങ്കാവ് ക്ഷേത്രത്തിലെ കാളവേലയാഘോഷം. വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇണക്കാളുകളുടെ കാവുകയറ്റം കാളവേലയാഘോഷത്തിന്റെ മാറ്റുകൂട്ടി. അപ്രതീക്ഷിതമായി പെയ്ത വേനൽ മഴയിലും കാളവേലയാഘോഷം കാണാൻ മുളയൻകാവിലെത്തിയത് ആയിരങ്ങളാണ്. ക്ഷേത്രത്തിലെ മേടമാസ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചാണ് മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ കാളവേല ആഘോഷിച്ചത്. കാളവേലയാഘോഷത്തിനായി 100-ലേറെ ജോഡി കാളകളാണ് മുളയൻകാവിലമ്മയുടെ തിരുമുറ്റത്തെത്തിയത്. ഇത്തവണ പുറമത്ര ദേശമാണ് കാളവേലയ്ക്ക് നേതൃത്വം വഹിക്കുന്നത്. 10 തറ ദേശങ്ങളുടെ ദേശക്കാളകളും തട്ടകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ചെറുതും വലുതുമായ ഇണക്കാളകളും കാളവേലയാഘോഷത്തിൻ്റെ മാറ്റുകൂട്ടി. അടിയന്തരക്കാർ, പാലക്കുറിശി നായർ, പുലാക്കോട്ട് നായർ, വെളിച്ചപ്പാടുമാർ, ദേശപ്രതിനിധികൾ എന്നിവരുടെ അകമ്പടിയോടെ രാവിലെ കാളകുട്ടി അറിയിച്ചതോടെയായിരുന്നു വേലയുടെ തുടക്കം. തുടർന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള വേലകൾ രാത്രിയോടെ ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം നടത്തി. പുലർച്ചെ കാളക്കയറ്റം, കാളയിറക്കം എന്നിവയോടെയാണ് കാളവേലയാഘോഷത്തിന് സമാപനമായത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വാണിയംകുളത്തൊരു പാൽക്കള്ളൻ. രാവിലെ വീടുകൾക്ക് മുന്നിൽ പാൽക്കാരൻ വെച്ചു പോകുന്ന പാൽക്കുപ്പികൾ മോഷ്ടിക്കുന്നതും പാലെടുത്ത ശേഷം കുപ്പി തിരിച്ച് അതേ സ്ഥാനത്ത് കൊണ്ടുവന്നു വയ്ക്കുന്നതുമാണ് ഈ കള്ളന്റെ വിചിത്രമായ രീതി. വലിയ വലിയ കവർച്ചകളാണ് സാധാരണ വാർത്തയാകാറുള്ളത്. എന്നാൽ വ്യത്യസ്തമായൊരു മോഷണം വാണിയംകുളത്ത് വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. പാലാണ് ഇവിടെ മോഷണം പോയിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ 5:30 വാണിയംകുളം നഗരത്തിലാണ് സംഭവം. വാണിയംകുളം ശ്രീകൃഷ്ണ ആയുർവേദ വൈദ്യശാലയ്ക്ക് സമീപം ഡോക്ടർ മിനിയുടെ വീട്ടിൽ നിന്നും തൊട്ടടുത്ത വാണിയംകുളം ഫെഡറൽ ബാങ്ക് ജീവനക്കാരി രമ്യയുടെ വീട്ടിൽ നിന്നും ഗേറ്റിൽ തൂക്കിയ പാൽ നിറച്ച കുപ്പിയാണ് മോഷ്ടാവ് കവർന്നത്. മാന്യമായ വേഷം ധരിച്ച് TVS വാഹനത്തിൽ എത്തിയാണ് മോഷണം. അടുത്ത ദിവസം വൈകിട്ട് 7:45 ഇയാൾ പാലെടുത്ത ശേഷം 2 കുപ്പികളും തിരിച്ച് അതേ സ്ഥാനത്ത് തൂക്കിവെച്ച് മടങ്ങുന്നതും കാണാം. CCTVയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. രമ്യയുടെ 2 വയസ്സായ കുട്ടിക്ക് കുടിക്കാനുള്ള പാലായിരുന്നു ഇത്. നിത്യേന പാൽക്കാരൻ 2 വീടുകളിലേക്കുമുള്ള പാൽ വെളുപ്പിന് 5:30 ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ് പതിവ്. ഇതാണ് മോഷ്ടാവ് അടിച്ചു മാറ്റിയത്. മോഷ്ടാവ് പാൽ കൊണ്ടുപോകുന്നതിൻ്റെയും കുപ്പികൾ തിരിച്ചു വയ്ക്കുന്നതിൻ്റെയും CCTV ദൃശ്യങ്ങൾ പതിഞ്ഞെങ്കിലും ഇയാളെ കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ആരാണ് ഈ പാൽക്കള്ളൻ എന്നറിയാൻ നാട്ടുകാർക്കും ആകാംക്ഷയുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂരിൽ കുഴിയിൽ വീണ പശുവിനെ ഫയർഫോഴ്സ് സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. ശനിയാഴ്ച രാത്രി 8 മണിയോടെ മണ്ണൂർ കിഴക്കുംപുറം കല്ലങ്കാട് സ്വദേശിനി കനകത്തിൻ്റെ കറവ പശുവാണ് തൊഴിലുറപ്പ് ജോലിക്കാർ കുഴിച്ച കുഴിയിലകപ്പെട്ടത്. സിവിൽ ഡിഫൻസ് വാർഡൻ കൂടിയായ നഗരിപ്പുറം വിജയൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് കോങ്ങാട് നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയാണ് പശുവിനെ രക്ഷപ്പെടുത്തിയത്. 1974 റെയിൽവേ സമരത്തിൽ പങ്കെടുത്തവരെ സെൻട്രൽ ഗവൺമെൻറ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആദരിച്ചു. സമരത്തിൻ്റെ 50ാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ആദരം. പെൻഷൻ ഹാളിൽ നടന്ന യോഗത്തിൽ CGSPA ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് C മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MB മോഹനചന്ദ്രൻ, PV ഗോപാലകൃഷ്ണൻ, M ചന്ദ്രശേഖരൻ, P ആറുമുഖൻ, K വേലായുധൻ, ബാലസുബ്രഹ്മണ്യൻ, ഗംഗാധരൻ, M രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 1974 സമരം നടത്താനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് CGSPA ഓഫീസ് സെക്രട്ടറി M ചന്ദ്രശേഖരൻ സംസാരിച്ചു. ശമ്പളം പുറപ്പെട്ട ദിവസം വരുമോ? അതൊന്നും ചില സമയത്ത് പറഞ്ഞാൽ 30 ദിവസം കഴിയും, 35 ദിവസം കഴിയും, 40 ദിവസം കഴിയുമ്പോൾ ഇന്ന് കയറ്റിയ ദിവസം നാളെ കയറ്റിയ ഓരോ പറഞ്ഞ CPCയിലായിട്ടും കേരളമായിട്ടും ശമ്പളം പറഞ്ഞ് നിരന്തരമായിട്ട് ദിവസം കിട്ടാത്തത്. സമരത്തിൽ പങ്കെടുത്തവരെയും പിരിച്ചുവിട്ടതിനു ശേഷം വീണ്ടും സർവീസിൽ പ്രവേശിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മാത്തൂർ CFD സ്കൂളിലെ അന്താരാഷ്ട്ര കായിക താരങ്ങളെയും കായികാധ്യാപകൻ K സുരേന്ദ്രനെയും ആദരിച്ചു. ചടങ്ങ് കോട്ടായി സർക്കിൾ ഇൻസ്പെക്ടർ KG ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. കായികക്ഷമതയും പരിശീലനവും ജീവിതത്തിൽ ഏതുതരം പ്രതിസന്ധികളെയും മറികടക്കാൻ പ്രാപ്തനാക്കുമെന്ന് KG ഗോപകുമാർ പറഞ്ഞു. ഒരു വിദ്യാർത്ഥി സ്കൂളിൽ പഠിക്കുന്നു, അവനെ പഠിപ്പിക്കും നല്ലപോലെ, വീട്ടുകാർക്കായാലും അധ്യാപകരായാലും അവൻ പഠിക്കുന്നു. അതിനുശേഷം
അവൻ ഹയർ വിദ്യാഭ്യാസത്തിന് വേണ്ടി മറ്റു പല സംസ്ഥാനങ്ങളിലും മറ്റിടത്ത് പോകുന്നു. അപ്പം നമ്മുടെ നാട്ടില് കോമ്പീറ്റ് ചെയ്തതിൽ വ്യത്യസ്തമായി ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള കോമ്പീറ്റൻസിനെ അവിടെ കിട്ടുന്നു. അവിടെ പലപ്പോഴും ഇവരെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അത് പലപ്പോഴും ആത്മഹത്യയിലേക്കും മറ്റ് മാനസിക പ്രശ്നങ്ങളിലേക്കും. ദുബായിൽ നടന്ന ഏഷ്യൻ ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ അഭിമാന നേട്ടം കൈവരിച്ച മാത്തൂർ CFD സ്കൂളിലെ അന്താരാഷ്ട്ര കായിക താരം P. അഭിരാമനും ദേശീയ സ്കൂൾ കായികമേളയിൽ സ്വർണ്ണമണിഞ്ഞ K. അഭിജിത്തിനും സ്കൂളിലെ കായികാധ്യാപകനും GV രാജ അവാർഡ് ജേതാവുമായ K. സുരേന്ദ്രൻ മാസ്റ്റർക്കുമാണ് ആദരമൊരുക്കിയത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാനേജർ V. ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. CFD വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ എൽറ്റിൻ തോമസ്, PTA പ്രസിഡന്റ് PR പ്രകാശൻ, സ്റ്റാഫ് സെക്രട്ടറി CBP ബേബി, CFD ഹൈസ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി KA മഞ്ജു എന്നിവർ സംസാരിച്ചു. കായികാധ്യാപകൻ K. സുരേന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. CFD ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ T. അനിത സ്വാഗതവും പ്രധാനാധ്യാപിക G. ലീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചയ്ക്കു ശേഷം ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ലാത്തത് രോഗികളെ വലയ്ക്കുന്നു. 2 മാസമായി ആശുപത്രിയിൽ ഉച്ചയ്ക്കു ശേഷം ഡോക്ടറില്ലാത്ത അവസ്ഥയെന്ന പരാതി. ആരോഗ്യ കേന്ദ്രത്തിൽ നിത്യേന ചികിത്സ തേടിയെത്തുന്നത് 500ഓളം രോഗികൾ. NRHM ഫണ്ട് കൃത്യമായി ലഭിക്കാത്തത് ഡോക്ടറെ നിയമിക്കാൻ തടസ്സമെന്ന് അധികൃതർ. പ്രശ്നത്തിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെടണമെന്ന് ആവശ്യം. മണ്ണൂരിൽ മുസ്ലിം ലീഗിന്റെ റോഡ് ഉപരോധം. സമരം പള്ളിപ്പടി താഴത്തൂട് മങ്കര റോഡിന്റെ തകർച്ചയിൽ പ്രതിഷേധിച്ച്. പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ തകർച്ചയ്ക്ക് പരിഹാരം കാണാൻ മഴക്കാലത്തിനു മുമ്പ് നടപടി വേണമെന്ന് പ്രാദേശിക ലീഗ് നേതാക്കൾ. ആരോഗ്യ പ്രശ്നങ്ങൾ വകവയ്ക്കാതെ സമ്പൂർണ്ണ ഹാജർ. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ LKG വിദ്യാർത്ഥിക്ക് അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ അംഗീകാരം. ആയത്ത് ഇസ്രായേൽ ജിബ്രൽ എന്ന വിദ്യാർത്ഥിനിയുടെ ഇച്ഛാശക്തിയുടെ നേട്ടത്തെ ആദരിച്ച് നെടുമ്പുര വെസ്റ്റ് മഹല്ല് കമ്മിറ്റി. വർണ്ണാഭമായി കൊപ്പം മുളയൻകാവ് കാളവേല. ഇണക്കാളകളുടെ കാവുകയറ്റം ആവേശമായി. ഇന്ന് പ്രസിദ്ധമായ പൂരം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.